ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് എൻ്റെ നേരം വെളുത്തപ്പോൾ 7:30 പോയി കേട്ടോ. അല്ലെങ്കിൽ ദുർബല പോരെങ്കിൽ ഗർഭിണി എന്ന് പറഞ്ഞ അവസ്ഥയാണ് എൻ്റെ. പൊതുവേ മടിച്ചാ, അതിനിടയ്ക്ക് ഗർഭിണിയും കൂടെ ആയപ്പോഴത്തേക്കും ഒന്നുകൂടെ മടി കൂടും കേട്ടോ. അങ്ങനെ കഷ്ടപ്പെട്ട് ചാടി കുത്തി എണീറ്റ് റെഡിയായി അടുക്കളയിലോട്ടാണ് കേട്ടോ നേരെ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു കുപ്പിയിൽ കുറച്ച് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഗ്യാസ് കയറണ്ടല്ലോ എന്ന് ഓർത്ത് രാവിലെ എന്തെങ്കിലുമൊക്കെ കഴിക്കാറുണ്ട് ചെറുതായിട്ട്. പിന്നെ ഇന്ന് കഴിച്ചത് ബദാം ഉണക്കമുന്തിരിയായിരുന്നു കേട്ടോ. പിന്നെ കാണാൻ കട്ടൻ ചായ ഉണ്ടായിക്കൊണ്ട് കൊടുത്തു. ഞാൻ കുടിക്കാറില്ല, ഞാൻ പാലെന്തെങ്കിലും കുടിക്കാറുള്ളത്. പിന്നെ കൊച്ചിന് പോകണമല്ലോ, അതുകൊണ്ട് നമ്മളിന്ന് ദോശ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. ദോശയാകുമ്പോഴത്തേക്കും അവന് സ്കൂളിൽ കൊടുത്തുവിടാനും അത് തന്നെ മതി കേട്ടോ. കാരണം പുള്ളിക്ക് അതാണ് ഇഷ്ടം. ചമ്മന്തിനേക്കാളും കൂടുതൽ പുള്ളിക്ക് കാരമൽ ദോശയാണ് ഇഷ്ടം. അതുകൊണ്ട് എളുപ്പപ്പണിയുമാണ്. അങ്ങനെ നമ്മൾ അവന് വേണ്ടിയിട്ടുള്ള കാരമൽ ദോശയും കുറച്ച് പാലും ഒക്കെ തിളപ്പിച്ച് സെറ്റാക്കി എടുത്ത് ബൂസ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ചിലപ്പോഴേ പുള്ളിക്കാരൻ കുടിക്കുകയുള്ളൂ, തോന്നിയാൽ കുടിക്കും, തോന്നിയില്ല കുടിക്കില്ല. പിന്നെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചു. പിന്നെ അവൻ്റെ സ്നാക്സൊക്കെ പാക്ക് ചെയ്ത് കണ്ണുമുക്കും ബിസ്ക്കറ്റും ഉണക്കമുന്തിരിയൊക്കെ കൂടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റും കൊടുത്തു. ഇച്ചിരിയെ കഴിച്ചോളൂ ആശാൻ. പിന്നെ അവനെല്ലാം പാക്ക് ചെയ്ത് സെറ്റായിട്ട് കണഞ്ഞാൽ അവനെ കൊണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പം ഞാനും അമ്മയും കൂടെ വായി നോക്കി അവിടെ ഇരുന്നിട്ട് അറ്റ ബെസിയോ പറഞ്ഞു കേട്ടോ. അതിനുശേഷം നേരെ അടുക്കളയിൽ പോയിട്ട് ഒരു ഗ്ലാസ് പാലാണ് കേട്ടോ ഞാൻ കുടിക്കുന്നത്. ഇന്ന് പാലല്ല, ബൂസ്റ്റാണ് ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇന്നതൊന്നും ഇല്ല കേട്ടോ. ഡെയിലി എന്തെങ്കിലുമൊക്കെ കഴിക്കും. ചിലപ്പോൾ പാൽ കുടിക്കും, ചിലപ്പോൾ കടഞ്ഞാൽ കുടിക്കും, കാപ്പി കുടിക്കും, അങ്ങനെ ഇങ്ങനെയൊന്നുമില്ല, എല്ലാം കഴിക്കും. പിന്നെ 2 ദോശയും ചമ്മന്തി കടഞ്ഞാൽ മോണേന് ഒപ്പിടുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം കടഞ്ഞാൽ പറഞ്ഞു വിട്ടു. ഇപ്പം അമ്മ കൂടെ രാവിലെ ഉള്ളത് കൊണ്ടൊക്കെ തന്നെ എനിക്ക് സമാധാനമാണ്. കാരണം രാവിലെ അപ്പൂടെ പണി കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറച്ച് ഫ്രീയാണ്. ബാക്കിയുള്ള പണിയൊക്കെ അമ്മ ഹെൽപ്പ് ചെയ്തോളൂല്ലോ. അല്ലെങ്കിലും പൊതുവെ അമ്മമാരുള്ളപ്പം അങ്ങനെയാണല്ലോ, നമ്മൾ മക്കൾ മടിച്ചുകളായിരിക്കുമല്ലോ. പിന്നെ നമ്മൾ നേരെ പോയിട്ട് രാവിലെ കഴിക്കാനുള്ള ഗുളികളൊക്കെ എടുത്ത് വാരി പറക്കി തിന്നിട്ടുണ്ടായിരുന്നു. പിന്നെന്താ പ്രധാന പരിപാടി? പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല. പോയി കുറച്ച് നേരം കൂടി കിടക്കുക, റെസ്റ്റ് എടുക്കുക, ഉറങ്ങുക, അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ ബൈ, സീ യു.